വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ജോർദാനിലെ ബഥനിയ എന്ന ഈ സ്ഥലത്തായിരുന്നു സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം യേശു തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ജോർദാൻ നദിയിലെ ബാപ്റ്റിസം സൈറ്റാണ്. ഇത് ബഥാനി ബിയോണ്ട് ദി ജോർദാൻ അഥവാ അൽ മഹത്താസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു സാധാരണ ചരിത്ര സ്ഥലമല്ല. യേശുക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച സ്ഥലമായിട്ടാണ് ഈ പ്രദേശം വിശ്വസിക്കപ്പെടുന്നത്. ബൈബിളിൽ പറയുന്ന പോലെ യോഹന്നാൻ യേശുവിന് ജ്ഞാനസ്നാനം നൽകിയതും ഇതേ ജോർദാൻ നദിയിലാണ്. പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജോർദാൻ നദി ഏകദേശം ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് കുറച്ച് ഒരു 100-200 മീറ്റർ അകലെയാണ് ജോർദാൻ നദി. ഇതിന് മുൻപ് ഈ കാണുന്ന പ്രദേശത്തായിരുന്നു. അപ്പോൾ ആ കാണുന്ന കല്ലിന്മേൽ ആയിരുന്നു സ്നാപക യോഹന്നാൻ ഇരുന്നിരുന്നത്. അപ്പോൾ ആ സമയത്താണ് യേശുക്രിസ്തു സ്നാപക യോഹന്നാൻ അരികിലേക്ക് ചെന്നിട്ട് തനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കണം എന്ന് പറയുകയുണ്ടായി. ഈ സ്ഥലം ജോർദാൻ രാജ്യത്തിലാണ്. എന്നാൽ അതിർത്തിക്കപ്പുറത്ത് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നു. വർഷം തോറും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈ പുരാതന കെട്ടിട അവശിഷ്ടങ്ങൾ, കുളങ്ങൾ, പാതകൾ എന്നിവയെല്ലാം ആദിമ ക്രിസ്ത്യൻ കാലഘട്ടത്തിലെ സന്യാസികളും തീർത്ഥാടകരും ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ്. സ്നാനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കുളങ്ങളും ഇവിടെ കാണാം. 2000 വർഷത്തിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ഈ സ്ഥലം സന്ദർശിച്ചതോടെ ലോകശ്രദ്ധ കൂടുതൽ ഇവിടെ കേന്ദ്രീകരിച്ചു. പിന്നീട് ഇത് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ സ്ഥലം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം, വിനയം, ആത്മീയശുദ്ധി എന്നിവയുടെ പ്രാധാന്യമാണ്. ജോർദാൻ നദിയിലെ ശാന്തമായ ഈ ജലം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ പ്രാർത്ഥനകളും കണ്ണീരും പ്രതീക്ഷകളും കണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു യാത്ര മാത്രമല്ല, ഒരു ആത്മീയ അനുഭവം കൂടിയാണ്. ഈ വിശുദ്ധ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജോർദാൻ വിശേഷങ്ങളുമായി ഉടനെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.